സീസൺ ഏതായാലും ഞാൻ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മഴയ്ക്ക് എന്തോ ഒരു വാശിയുള്ളത് പോലെയാണ് ഇപ്പോൾ കുറച്ചായിട്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ഭയങ്കര ഇരുണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് രാവിലെയൊക്കെ മഴ ചാറലും ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് എക്സാമാണ്, അതുകൊണ്ട് അവർ രാവിലെ പോയി. അവർക്ക് ലഞ്ച് കൊണ്ടുപോകണ്ടാത്തത് കൊണ്ട് ഇന്നിപ്പോൾ എൻ്റെ എല്ലാ പരിപാടിയും നേരം വൈകി. അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോകണമെങ്കിൽ രാവിലെ ആ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് മധുരക്കിഴങ്ങ്, അത് പുഴുങ്ങാനായിട്ട് വെച്ചു. അപ്പോൾ ഇന്നലെ കുറച്ച് ചെമ്മീൻ മേടിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീനും വെള്ളരിയും കൂടെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് കരുതി. എത്ര പേരങ്ങനെ വെക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ അടുത്താണ് ഇങ്ങനെ വെച്ച് തുടങ്ങിയത്. ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ വെക്കാറുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഇതേപോലെ ഈ ചെമ്മീനും വെള്ളരിയോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ വെച്ച് ഇങ്ങനെ കഴിച്ചൊക്കെ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി വെള്ളരിയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും മക്കൾ ഇങ്ങോട്ട് എത്തും. അപ്പോൾ അവരെ രാവിലെ വിട്ട് ഏകദേശം ചോറ് കറിയൊക്കെ ആയി വരുമ്പോഴേക്കും അവർ വരേണ്ട സമയമാവും. പിന്നെ അവരെ പഠിപ്പിക്കാനിരിക്കണം. ഈ എക്സാം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും നേരമില്ലാത്ത പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വരുമ്പോഴേക്കും വേഗം എൻ്റെ പണികളൊക്കെ തീർക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അങ്ങനെ അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഞാനിത് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കടലയില്ലേ, അത് കുറച്ചധികം വെള്ളത്തിലിട്ട് കൂടിപ്പോയപ്പോൾ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിന് മുള വന്നപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒരു ഇതിലിട്ട് വെച്ചു. നല്ല രസമുണ്ട് അതിങ്ങനെ വളർന്നു വരുന്ന കാണാൻ. കുറച്ചധികം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാമായിരുന്നു. നല്ല ആണ് നമുക്ക് കഴിക്കാനായിട്ട്. ഹെവി പ്രോട്ടീനാണ്. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ്, നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം, ഇത് മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് കഴിക്കുന്നതല്ല. എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് ഈ ഡയറ്റ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉരുളക്കിഴങ്ങ് ബാജിയല്ല, സിമ്പിളായിട്ടൊരു കറി. അതുകൊണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളി, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ട്, വേറെ ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ ആണ് വേണ്ടത്. എനിക്ക് മടിയായതുകൊണ്ട് ഞാനിപ്പോൾ, അതായത് മടിയായതുകൊണ്ട് ഇപ്പം ഞാൻ അധികം തേങ്ങാപ്പാൽ എടുക്കാനൊന്നും പോകാറില്ല. ഞാൻ അധികവും നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ ആ മിക്സ് വാങ്ങിയിട്ട് ജസ്റ്റ് ഇതാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴേക്കും ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ അവിടെ വെച്ച് പറഞ്ഞത്. എനിക്കത് ശീലമായിപ്പോയി, എനിക്ക് അതേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതെന്താ ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് പൂരിയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി. കോഫി എനിക്ക് എത്ര ഡയറ്റ് എടുത്താലും എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് കോഫിയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ലോ ഷുഗർ ആയതുകൊണ്ട് എനിക്ക് ഡയറ്റിൻ്റെ ഇടയിൽ കോഫി ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു നേരമെങ്കിലും എനിക്ക് മധുരം ഇട്ടിട്ട് കുടിക്കണം, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കിഴങ്ങ് കറിയിൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിക്സ് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക, കറിയായി, എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഈ തിരക്കിട്ട് ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ ഏട്ടന് പോകേണ്ട സമയമായി. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ എല്ലാം കൂടെ അങ്ങ് മിക്സായിപ്പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. ഈ പൂരി ഞാൻ നന്നായിട്ട് ഇങ്ങനെ, ചിലരത് ഇങ്ങനെ പഫി ആയിട്ട് ഇങ്ങനെ വരില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റേത് അങ്ങനെ വരും. പക്ഷേ എനിക്കിത് കഴിക്കാനായിട്ട് എനിക്ക് അത്ര തീരെ ഇഷ്ടമുള്ളൊരു കാര്യമല്ല, പ്രത്യേകിച്ച് രാവിലെ. ഇത് നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കണതല്ലേ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഭയങ്കര, നമ്മൾ ഡൗൺ ആവുക എന്ന് പറയില്ല, ഈ ഓയിലിൽ ബിരിയാണിയൊക്കെ കഴിച്ചാൽ നമുക്കൊരു മത്ത് വരാനുണ്ടല്ലോ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് രാവിലെ തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാനിത് അങ്ങനെ കഴിക്കാറില്ല, ഇപ്പോൾ തീരെയും കഴിക്കാറില്ല. അങ്ങനെ ഏട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കോഫിയും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞ് ഏട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വസ്ഥമായിട്ടിരുന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇതാണ് ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. 3 മധുരക്കിഴങ്ങും അതിന് കുറച്ച് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഉള്ളിയൊക്കെ ഇട്ടിട്ട്. കാരണം എനിക്കത് വെറുതെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല, എന്തെങ്കിലും ഒരു എരിവ് വേണം. ആ മധുരത്തിൻ്റെ കൂടെ എരിവും കൂടി ആകുമ്പോഴാണ് എനിക്കത് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ചെമ്മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട തേങ്ങയൊക്കെ രാഗിയെടുക്കുകയാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ തേങ്ങ രാഗം, എനിക്ക് തീരെ പറ്റില്ല. അധികം ഏട്ടൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലുമാണ് എനിക്കത് ചെയ്തു തരാറ്. അപ്പം നമ്മൾ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മുടെ നേരത്തെ നന്നാക്കി വെച്ച വെള്ളരി, പിന്നെ അതിൻ്റെ കൂടെ ഒരൊറ്റ ചെറിയുള്ളി ഞാൻ ഇട്ടായിരുന്നു. എനിക്ക് അധികം ഉള്ളി ഇങ്ങനെ തേങ്ങ അരച്ച കറി ഇഷ്ടമല്ല. ഒരൊറ്റ ചെറിയുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി എല്ലാം കൂടെ ഇട്ട്
ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലാണ് ഞാൻ ഈ മസാലയൊക്കെ ഇടാറ്. അതായത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ട് അരച്ചിട്ട് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളവും ആവശ്യത്തിന് ഉപ്പും, ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നന്നായിട്ട്, ചെമ്മീൻ എന്തായാലും നന്നായിട്ട് വേവണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളരി ഇടുമ്പോൾ അത് രണ്ടും കൂടെ ഏകദേശം ഒരേ വേവാണ്, അത് സെറ്റായി വന്നോളും. അതുപോലെ വറവിടാനായിട്ട് ചെറിയുള്ളിയും ഒരു ഇത്തിരി ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കറീൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലും മാറും ഉലുവ ഇടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഈ വെള്ളരി ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. വെള്ളരിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈം മക്കളെത്തി. അവരവരെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി പേപ്പർ കിട്ടുമ്പോഴേ അടിപൊളിയാണോ അല്ല അടിപൊളിഞ്ഞതാണോ എന്നൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അവർ വന്നിട്ട് അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നിന്നാണ്. രണ്ടുപേരും വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന നിൽപ്പാണിത്. അപ്പോൾ ഞാൻ വേഗം ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് ചോറ് കൊടുക്കാമെന്ന് കരുതി. കാരണം ഇനി അവർ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും പഠിക്കാനിരിക്കണം, അത് കഴിഞ്ഞ് ട്യൂഷന് പോകണം. ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ലാതെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ കടുമാങ്ങയാണ്, കടുമാങ്ങേൻ്റെ അച്ചാറാണ്. അതിൻ്റെ കളറ് കണ്ടിട്ട് തന്നെ നല്ല രസമുണ്ട്. ഇവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി മക്കൾക്ക് തന്നതായിരുന്നു. അപ്പോൾ എനിക്ക് പൊതുവേ ഈ അച്ചാറിനോടൊന്നും അത്ര വലിയൊരു താല്പര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ അധികം ഈ നാരങ്ങ അച്ചാറൊക്കെ എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ അധികം 2 പേർക്കും ഒന്നിച്ച് വാരി കൊടുക്കാറാണ് പതിവ്. ഒറ്റയ്ക്ക് കൊടുത്താൽ കുറേ സമയം എടുക്കും. ഒറ്റയ്ക്ക് അവർ കഴിക്കും, പക്ഷേ എക്സാമൊക്കെ അല്ലേ, ഒറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും നിൽക്കില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.